जाग्रदादिषु तथा सर्वास्वस्थास्वपि व्यावृत्तास्वनुवर्तमानमहमित्यन्तःस्फुरन्तं सदा स्वात्मानं प्रकटीकरोति भजतां यो मुद्रया भद्रया तस्मै श्री गुरुमूर्तये नम इदं श्री दक्षिणामूर्तये बाल्यादिष्वपि जाग्रदादिषु तथा सर्वास्वस्थास्वपि व्यावृत्तास्वनुवर्तमानमहमित्यन्तःस्फुरन्तं सदा स्वात्मानं प्रकटीकरोति भजतां यो मुद्रया भद्रया तस्मै श्री गुरुमूर्तये नम इदं श्री दक्षिणामूर्तये ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ അവസ്ഥാഭേദങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്നു. പക്ഷേ ശരീരത്തിന് ഈ അവസ്ഥാഭേദങ്ങൾ ശരീരം മാറി മാറി വന്നാലും അതിൻ്റെ ഉള്ളിലുള്ളതായ ആത്മാവ് ഒരാളാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ കുട്ടിക്കാലത്ത് അച്ഛനോട് വഴക്കിട്ടു, ഞാനിതാ എൻ്റെ ചെറുമക്കളോടും വഴക്കിടുകയാണ്. അപ്പോൾ അച്ഛനോട് വഴക്കിട്ട ഞാൻ എന്ന് വളരെ മുമ്പാണ്. ഇപ്പോൾ ഞാൻ ചെറുമക്കളോട് വഴക്കിടുന്നു എന്ന് പറയുമ്പോൾ അച്ഛനോട് അന്ന് വഴക്കിട്ടയാളും ഇന്ന് ചെറുമക്കളോട് വഴക്കിടുന്നയാളും ഒരാളാണ്. അപ്പോൾ ശരീരം മാറി, ശരീരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു, അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ബാല്യം, കൗമാരം, യൗവനം എന്നുള്ള പല അവസ്ഥകൾ വന്നെങ്കിലും മാറാതിരിക്കുന്ന ഒന്നാണ്, അതാണ് ആത്മാവ്. ബാല്യം, കൗമാരം മുതലായ അവസ്ഥാവിശേഷങ്ങളിലും ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ളതായ അവസ്ഥാവിശേഷങ്ങളിലുമെല്ലാം ഒരുപോലെ പിന്തുടരുന്ന, എല്ലാ അവസ്ഥകളിലും ഒരുപോലെ പിന്തുടരുന്ന ഒരാളുണ്ട്. പക്ഷേ ഇതൊക്കെ മാറുന്നു, അവസ്ഥകൾ മാറുന്നു. ബാല്യാദികളായ അവസ്ഥ മാറി, ജാഗ്രതാദികളായ അവസ്ഥകൾ മാറി. അവസ്ഥകൾ മാറിയാലും അപ്പോൾ വ്യാവൃത്തങ്ങളായാലും മാറിക്കൊണ്ടിരുന്നാലും മാറാതിരിക്കുന്നതായ ഒരു സത്ത, ഒരു വസ്തുണ്ട്. ആ വസ്തുവാണ് ആത്മാവ്. ശരീരാദികൾ വ്യവസ്ഥകൾ മാറിയാലും അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് എപ്പോഴും അങ്ങനെ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്ന, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിനെ വ്യക്തമാക്കി തരുന്നു ഈ പരമാത്മാവ്. അതായത് ദക്ഷിണാമൂർത്തി പരമാചാര്യൻ, ലോകഗുരുവായ പരമാചാര്യൻ. അദ്ദേഹത്തിനെ നമസ്കരിക്കണം എന്നാണ്. അപ്പോൾ ആ നിലയിൽ ആ ഗുരുവിൽ നിന്ന് ഗ്രഹിക്കണം. സാധാരണ ഇത് മറ്റു വിദ്യകളെ പോലെയല്ല, ഈ ആത്മവിദ്യ എന്ന് പറയുന്നത് ഗുരുവിൽ നിന്ന് തന്നെ ഗ്രഹിക്കാനൊക്കെ ഉള്ളൂ. അല്ലാതെ മറ്റു തരത്തിൽ ഗ്രഹിക്കും. പ്രത്യക്ഷാദികളായ കണ്ണുകൊണ്ട് മനസ്സിലാക്കാനാവില്ല, അതുപോലെ അനുമാനം കൊണ്ട് മനസ്സിലാക്കാനാവില്ല. പിന്നെ ശബ്ദമാണ്, അവിടെ ശബ്ദത്തെ ഉപദേശിക്കുന്ന ഗുരുവാണ്. അതുകൊണ്ടാണ് ആദ്യം ശ്രവണമാണ്. ഗുരുമുഖത്തിൽ നിന്നും ഇത് കേട്ട് മനസ്സിലാക്കണമെങ്കിൽ അവിടെ മറ്റൊരു പ്രധാന കാര്യമുണ്ട്, ശ്രദ്ധ എന്നുള്ളത്. ശ്രദ്ധ എന്ന് വെച്ചാൽ നാം കാണാത്ത വസ്തുക്കളെ വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചാലേ മുന്നോട്ട് പോകാനാവും. കാണാത്ത വസ്തുക്കൾ ഞാൻ വിശ്വസിക്കുന്നില്ല, ഈശ്വരനില്ല, സ്വർഗമില്ല, നരകമില്ല എന്ന് പറയുന്നയാളിന് ഇത് ഉപദേശിച്ചുകൊണ്ട് പ്രയോജനമില്ല, അയാൾ അത് വിശ്വസിക്കുകയുമില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നും നാം മനസ്സിലാക്കണം. അങ്ങനെ ശ്രദ്ധയോടുകൂടി ഗുരുവിനെ ആരാധിക്കണം. ശ്രദ്ധാരാധ ഗുരുവായിരിക്കണം. ശ്രദ്ധ കൊണ്ട് ഗുരുവിനെ ആരാധിച്ച് പ്രീതിപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഉപദേശിക്കാൻ, അതാണ് പ്രകടീകരോതി ഭജതാം യോ ഭദ്രയാമുദയ. തന്നെ ഭജിക്കുന്ന, തന്നെ ശുശ്രൂഷിക്കുന്ന, തന്നെ സേവിക്കുന്ന ആ ഭക്തന്മാരായ ശിഷ്യന്മാർക്ക് ഭദ്രമായ മുദ്ര, ചിന്മുദ്ര കൊണ്ട് ഈ തത്വത്തെ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നു. ആത്മാവ് നിത്യനാണ്, എല്ലാ അവസ്ഥകളിലും പെരുന്ന ഒരാളാണ് എന്ന് ഉപദേശിക്കുന്നു. അങ്ങനെയുള്ള ആ പരമാചാര്യനായ ശ്രീ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തി നമുക്കും ഈ തരത്തിലുള്ളതായ വിജ്ഞാനം നേടാൻ ശ്രമിക്കാം.